താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് ഫ്രൈസർ ഫാമിലിയിൽ നിന്ന് പല പല പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ട് ജീവിതം ജീവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒത്തിരി പേർക്ക് വേണ്ടി ഈ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത്? ആ പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ട നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം, ആ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന വിധങ്ങൾ അറിയണമല്ലോ. അറിയുവാനല്ലേ നിങ്ങൾ പ്രതീക്ഷയോടെ ഈ വചന സന്ദേശത്തിനൊപ്പം സമയം വേർതിരിച്ചായിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ടവർ, ബാധിക്കപ്പെട്ടവർ നിങ്ങൾ തന്നെ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? എനിക്ക് അതിന് മറുപടി പറയുവാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വന്നില്ല. കാരണം അവിധത്തിൽ പല നിലകളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഞാൻ മറുപടി കൊടുത്തു. കർത്താവേ, പ്രശ്നങ്ങളിലായിത്തീരുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഓടി രക്ഷപ്പെട്ടാൽ മതി. പക്ഷേ ജീവിതമല്ലേ, അങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്ന് വാങ്ങിക്കൂട്ടും, പ്രശ്നങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കുക തന്നെ അല്ലേ? ആഗ്രഹമല്ലേ? പ്രശ്നം കടന്നു വരുമ്പോൾ പല നിലകളിലുള്ള പ്രശ്നമായിരിക്കും കേട്ടോ. രോഗം പ്രശ്നമാണ്, ജോലിയില്ലായ്മ പ്രശ്നമാണ്, മക്കളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്, ബാങ്ക് ലോൺ പ്രശ്നമാണ്, നല്ലൊരു വീടില്ല അത് പ്രശ്നമാണ് അല്ലേ? ആണ്. അപ്പോൾ ഇതിങ്ങനെ വന്ന് കയറുക പല നിലകൾ. ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും, പക്ഷേ എങ്ങോട്ട് ഓടാനാ, എവിടെ രക്ഷപ്പെടാനാ? പറ്റാത്തതുകൊണ്ട് നിന്ന് അനുഭവിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറയുക, ഇത് ലോക മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രശ്നങ്ങളിലായിത്തീരുന്നു, ആ പ്രശ്നത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, കഴിയുന്നില്ല, അനുഭവിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ കണ്ട്, കേൾക്കണമേ, നിങ്ങളെ ഭയപ്പെടുത്തി ഓടി ഒളിക്കുവാൻ ഇടതരാതെ വണ്ണം കീഴ്പ്പെടുത്തുന്ന ആ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ട് ഓടുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് പറയുക, ആ പ്രശ്നങ്ങൾ നിങ്ങളെ കണ്ട്, ആമേൻ, എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓടുവാൻ പോകുക. ചോദ്യം എന്നിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ചോദ്യം നിങ്ങളുടേതാണ്. ദൈവദാസനെ, ചുമ്മാ അങ്ങ് പറയല്ലേ, ചുമ്മാ അങ്ങ് പറയുന്നവനല്ല കർത്താവ്. അവൻ വചനത്തിലൂടെ സംസാരിക്കുന്നവനാണ്. വചനത്തിലൂടെ തന്നെ കർത്താവ് സംസാരിച്ചു. സങ്കീർത്തനം 114 അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കത് കാണുവാനായി കഴിയും. വേദപുസ്തകം പരതി നോക്കിയാൽ സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രം കണ്ട് ഓടി. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. പുറപ്പാട് പുസ്തകം 1 മുതൽ നിങ്ങൾ വായിച്ചു വരിക. അവർ 430 വർഷം അടിമകളായിരുന്ന സ്ഥാനത്തു നിന്ന് പുറത്തു വന്നു. പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ. ഓ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ കാറ്റ്. എന്തൊരു സന്തോഷമല്ലേ? പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തായിത്തീരുന്ന ഒരവസ്ഥ, സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു നിമിഷം ആ രോഗമില്ലാതെ സുഖമായി ഉറങ്ങുന്ന, സുഖമായി എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സഹോദരി, രാവിലെ എഴുന്നേറ്റ് മക്കളുടെ കാര്യമെല്ലാം നോക്കുന്ന, ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ആയിരിക്കുന്ന സഹോദര, ജോലിയുള്ള, മാസാമാസം തക്ക സമയത്ത് ശമ്പളം കിട്ടി വീട്ടിൽ അയച്ചു കൊടുക്കുന്ന, ലോൺ അടച്ചു തീർക്കുന്ന, മക്കളെ പഠിപ്പിക്കാൻ പുതിയ നല്ല കോഴ്സുകളൊക്കെ തേടി കണ്ടെത്തി അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇന്ന് അതിന് കഴിയുന്നില്ല. അതൊക്കെയാണ് പ്രശ്നം അല്ലേ? ആ പ്രശ്നമില്ലാത്ത കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ജീവിതം നിങ്ങളൊന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിയേ. എന്ത് സന്തോഷമായിരിക്കും അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത മിസ്രയീമിലെ അടിമത്വത്തിൻ്റെ കരാള ഹസ്തങ്ങൾ പിന്തുടർന്ന് പിടിക്കാത്ത പ്രഭാതം അത് മുൻപിലുണ്ട്. ഇനി ഞങ്ങൾ അടിമകളല്ല. ഇനി ഫറവോനും അവൻ്റെ കിങ്കരന്മാർക്കും ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടത്, വിലപ്പെട്ടത് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ അധ്വാനിക്കുന്നത് അവർക്ക് കൊള്ളയിടുവാൻ കഴിയത്തില്ല. ഞങ്ങളുടെ തലമുറകളെ കൊന്നുകളയുവാൻ കഴിയത്തില്ല.
ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതേണ്ടത് കവർന്നു കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയത്തില്ല. ഞങ്ങൾ ഒന്നുമില്ലാത്തവരാക്കി എറിഞ്ഞു കളയുവാൻ അവർക്ക് കഴിയത്തില്ല. അതേ ശത്രുവിന് അவ்விധത്തിൽ നിങ്ങളുടെ മേൽ ആധിപത്യവും അവകാശവും പറയുവാൻ കഴിയാതായിരിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റേറ്റ് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മുൻപിൽ പ്രതീക്ഷകളെ തച്ചു തകർത്തുകൊണ്ടൊരു ചെങ്കടൽ. ഓ താങ്ക് ഗോഡ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. മുൻപിൽ ഒരു ചെങ്കടൽ, എല്ലാം പോയി. ഡോക്ടറെ കാണാൻ പോയപ്പോൾ എന്തായിരുന്നു പ്രതീക്ഷ? ഡോക്ടർ പറയും തീർന്നു, ഇനി മെഡിസിൻ ഒന്നും വേണ്ട, നീ 100% ക്യൂറായി ഹാപ്പി ആയിപ്പോ അടിച്ചു പൊളിച്ച് ജീവിച്ചോ അല്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രതീക്ഷ എന്താ? ഇപ്പോൾ വിളി വരും, ഇനി അല്പം പോലെ വെയിറ്റ് ചെയ്യണം, നീ ജോലിക്ക് കയറിക്കോ, നിന്നെ ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്, ഞങ്ങൾ നിന്നെപ്പോലെ ഒരുത്തനെയാണ് കാത്തിരുന്നത് അല്ലേ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ? അതല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ള പ്രതീക്ഷ? ആണേ. മക്കളെ പഠിക്കാൻ വിടുമ്പോൾ, മക്കളെ കോഴ്സിന് അഡ്മിഷൻ കിട്ടി കടന്നു പോകുമ്പോൾ പ്രതീക്ഷ എന്താ? ഓ, ഇവർ അവിടെ നിന്ന് വരും, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും, അവർ അനുഗ്രഹിക്കപ്പെടും. അതിലൂടെ പ്രതീക്ഷ അതാണ്. പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഡോക്ടർ പറയുക ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എത്ര ദിവസം കൂടെ ഡോക്ടറെ അല്പം സങ്കടത്തോടെ വയ്ക്കുന്നത്? അത് ജീവിതകാലം മുഴുവൻ. തീർന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് വിളി വന്നില്ല. അങ്ങോട്ട് വിളിച്ചു, എവിടെ? സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞു തുടങ്ങി. മക്കൾ പഠിച്ച് ഏതെങ്കിലും ഒരു നിലയിൽ എത്തിച്ചേരും, അവരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദേശത്ത് ജീവിക്കാം, തലകുനിഞ്ഞ അവസ്ഥകൾക്ക് അറുതി വരും. അതായിരുന്നു പ്രതീക്ഷ. മക്കളുടെ പോക്ക് മദ്യത്താൽ പിടിക്കപ്പെട്ട് കൂട്ടുകെട്ടുകൾ പറയണ്ട. കൊച്ചു പിള്ളേർ മദ്യപാനികളായി മാറുന്നു. സിഗരറ്റിൻ്റെ മണമില്ലാതെ പിള്ളേരെ കാണുവാൻ കഴിയുന്നില്ല. ആമേൻ. അടുക്കളയിൽ അമ്മയുണ്ടാക്കുന്ന ആഹാരം പോയിട്ട് ബാക്കി എല്ലാത്തിലും ലഹരി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന തലമുറ. ആമേൻ. അയ്യോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനത്തെ തലമുറയല്ലേ? എന്ത് പ്രതീക്ഷയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ സഹോദരി, അങ്ങനെ ഒരു സഹോദരി വിവാഹം കഴിച്ചപ്പോൾ സഹോദര, നിങ്ങൾ രണ്ടുപേരും കൂടെ വിദേശ രാജ്യത്ത് പോകുന്നു, രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്നു, ദേശത്തിലെ നിന്നേക്ക് മാറിപ്പോയി, നിങ്ങൾ തലനിവർത്തി ജീവിക്കുവാൻ തക്കവണ്ണം വസ്തു വാങ്ങുന്നു, വാഹനം വാങ്ങുന്നു, വീട് വയ്ക്കുന്നു. അയ്യോ സഹോദരി, ഇന്നലകളിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് തരുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും എല്ലാം എൻ്റെ ഭർത്താവ് തരും. സുഖശീതൾമ നിറഞ്ഞ സന്തോഷകരമായ ജീവിതം, അത് പ്രതീക്ഷിച്ചു പോയതാ, എല്ലാം തകിടം മറിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. നോക്കിയപ്പം പ്രഭാതമില്ല, ഇരുട്ട് മാത്രം ചെങ്കടലിൻ്റെ മുമ്പിലെ. അയ്യോ, തീർന്നു, എല്ലാം തീർന്നു. പ്രതീക്ഷകൾ അസ്തമിച്ച ജനം നിൽക്കുകയാ അവിടെ ദൈവത്തിൻ്റെ ജനം ആ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്നു. ഇനി 1 ഇഞ്ച് മുൻപോട്ട് പോകുവാൻ സ്ഥലമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. ഇനി പറ്റത്തില്ല. സഹിച്ചു മടുത്തു, കഷ്ടത അനുഭവിച്ചു മടുത്തു, ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. കടം വാങ്ങി മടുത്തു. ഇനി ശമ്പളം കിട്ടാതെ, ഇനി നല്ലൊരു ജോലി കിട്ടാതെ, ഇനി ജോലി സാഹചര്യം അനുകൂലമാകാതെ പറ്റത്തില്ല. ഇനി എൻ്റെ ഭർത്താവിനൊരു മാറ്റം വരാതെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഇനി എൻ്റെ ഭാര്യ മാറാതെ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് പോകത്തില്ല. മക്കളുടെ ജീവിതത്തിലൊരു മാനസാന്തരം ഉണ്ടാകാതെ എനിക്ക് ജീവിക്കേണ്ട. ഈ രോഗം വിട്ട് മാറാതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആത്മീയ ജീവിതം പണിയപ്പെടാതെ ഇല്ല. മുമ്പോട്ട് ഉള്ള യാത്രയൊക്കെ വ്യർത്ഥമാണ്. ഒരു അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ ഞാൻ കടക്കാരിയായി ആത്മഹത്യ ചെയ്യേണ്ടി വരും. എല്ലാം അവസാനിച്ചു. ഇനി ആ ഫോൺ കോളിന് മറുപടി പറയുവാൻ ഞാൻ കാണത്തില്ല. സഹോദര, കടക്കാരിയായിരിക്കുന്ന നിന്നോട് തന്നെ നിന്റെ ചിന്ത അതാ. ഇനി ആ ഫോൺ കോളിന് ഉത്തരം പറയുവാൻ ഞാൻ കാണത്തില്ല. ഞാൻ ചത്തുകളയും. അയ്യോ, തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തിരിച്ചറിയണമേ, നിൽക്കുന്ന അവർ ദൈവത്തിൻ്റെ ജനമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ജനം അവർ ചെങ്കടലിന് മുൻപിൽ. വചനം പറയുന്നു, ചെങ്കടൽ എന്ന പ്രശ്നം അവരെ കണ്ട് ഓടിപ്പോയി. സമുദ്രം അവരെ കണ്ട് ഓടിപ്പോയി. ആ സമുദ്രം പിൻവാങ്ങി പോകുന്നത് കണ്ട് ഭക്തനായ മോശ വിളിച്ചു പറയുകയാണ്, അതാ സമുദ്രം കണ്ടു. ദൈവത്തിന്റെ ജനത്തെ കണ്ട് സമുദ്രം അതാ പിൻവാങ്ങി ഓടുന്നു. അതേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇനി ഒട്ടും മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് മുൻപിൽ വേലി കെട്ടി തടസ്സമായി നിൽക്കുന്ന ആ വെല്ലുവിളികൾ നിന്നെ കണ്ട് ഓടുവാൻ പോകുക. ആ ശത്രുക്കൾ നിന്നെ
കണ്ട് ഓടുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും ഓടുക. യെസ്, ആ ശത്രുക്കൾ ഓടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ പ്രശ്നങ്ങൾ ഓടി മാറുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ ആമേൻ, ആമേൻ. ആ പ്രശ്നം മാറിപ്പോകുക, ആ തൊഴിലിടത്തിലെ പ്രശ്നം മാറിപ്പോകുക. നിന്നോടാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. നീ അധ്വാനിക്കുന്നത് മാസാമാസം നിന്റെ കരങ്ങളിൽ വാങ്ങുവാൻ, അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുവാൻ, ഭവനം പണിയുവാൻ, അതെ അതിന് തക്കവണ്ണം ആ തടസ്സം മാറുക, ജോലിക്കുള്ള തടസ്സം മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില വർഷങ്ങളായി നല്ലൊരു ജോലിക്ക് വേണ്ടി നീ കാത്തിരിക്കുക, ആ തടസ്സം മാറുക. വരുമാനം കരങ്ങളിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന മീൻസ് നന്മകൾ ചിതറിപ്പോകുന്നുണ്ട്, കിട്ടുന്നതൊക്കെ ചിതറിപ്പോകുക. നിന്റെ അധ്വാന ഫലം സഹോദരി സഹോദര അത് ചിതറിപ്പോകുക. പല വഴികളിൽ, മദ്യത്തിലൂടെ, കൂട്ടുകെട്ടുകളിലൂടെ, നീ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെടുന്നത് ആ തലമുറകളിലൂടെ അത് ചിതറിപ്പോകുക. മോശം വഴികളിൽ അവരുടെ ശരീരത്തിനും അവരുടെ ഭാവിക്കും ദോഷം വരുന്ന രീതിയിൽ അത് ചിലവഴിച്ച് കളയുക. ആൺ പെൺ വ്യത്യാസമില്ലാതെ നിന്നോടാ സഹോദര, നിന്നോടാ നിന്റെ അധ്വാന ഫലം അങ്ങനെ ചിതറിപ്പോകുക. ആശുപത്രികളിലൂടെ ചിതറിപ്പോകുക. നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. യെസ്, ആ തടസ്സം മാറുക. യെസ്, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന ആ പ്രശ്നങ്ങൾ വിട്ടുപോ. ഓ സ്തോത്രം. കുടുംബമായി നിനക്ക് നിന്റെ ഭർത്താവിന് വേർപിരിച്ച് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്ന ചിലത്, ആ ചെങ്കടൽ പോലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്ന ചിലത് ഓടി പോകുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഓടി പോകുവാൻ പോകുക. ആമേൻ. ദൈവജനത്തിന് മുൻപിലെ പ്രശ്നത്തിന് ചെങ്കടൽ എന്നാണ് പേരെങ്കിൽ, നിന്റെ ജീവിതത്തിലെ സഹോദരി, നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് പേരുള്ള, രണ്ട് കാലുള്ള, കൈയുള്ള, നീളം നാക്കുള്ള, നീ പറയാത്തത് കേൾക്കുവാൻ ചെവിയുള്ള ചിലർ ഓടി പോകുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർ ഓടിപ്പോകുക. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി നാക്കിട്ടടിക്കുന്ന ചിലർ ഓടിപ്പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നിന്റെ കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്ന ചിലർ, നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടുകൾ, ഓ ആമേൻ, ആമേൻ, ചിലർ ഓടിപ്പോകുക. ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് പറയാ, അത് നിന്നെ നീ കണ്ട് പേടിച്ചിരിക്കുക. ഭർത്താവ് പോയാൽ തിരിച്ചു വരുന്നതുവരെ പേടിയാ. അവൻ്റെ കൂടെ പോയാൽ അയ്യോ, അവൾ ഫോൺ വിളിച്ചാൽ പോയി, അതോടെ പോയി. നീ പേടിച്ചിരിക്കുക. ആ പ്രശ്നം നിന്നെ കണ്ട് ഓടുവാൻ പോകുക. ഓ സ്തോത്രം. സഹോദരൻ, നിന്റെ കുടുംബ ജീവിതത്തിൽ ആ പ്രശ്നം നിന്നെ കണ്ട് ഓടുവാൻ പോകുക. ആമേൻ, ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ, അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാതെ പല പല കൂട്ടുകെട്ടുകളായി അവരെ പലതിലും പിടിച്ചിട്ടിരിക്കുന്ന, രാവിലെ ഒരു കൂട്ടുകെട്ട്, സ്കൂളിൽ പോകുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ മറ്റൊരു കൂട്ട്, രാത്രിയായാൽ മറ്റൊരു കൂട്ട്, പിന്നെ നേരം വെളുക്കുന്നവരെ ഉറക്കം കളയുന്ന വേറെ ചില കൂട്ടുകെട്ട്. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ പ്രശ്നം നിന്നെ കണ്ട് ആമേൻ, അത് നിന്നെ കണ്ട് ഓടുവാൻ പോവുക. ആമേൻ. ഓ സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവരെ പരാജയപ്പെടുത്തുന്ന അതേ സഹോദരി സഹോദരൻ, നിന്നെ കടക്കാരിയാക്കി തലകുനിപ്പിക്കുന്ന ആ പ്രശ്നങ്ങളുണ്ടല്ലോ. യെസ്, അത് തന്നെ ആ പ്രശ്നങ്ങൾ നിന്നെ കണ്ട് ഓടിപ്പോകുവാൻ പോകുക. ആ പ്രശ്നത്തിന് കാരണമായവർ നിന്നെ കടക്കാരിയാക്കി തളച്ചിടുന്ന അക്കാരണക്കാർ ഓടി പോകുവാൻ പോകുക. ഓ സ്തോത്രം. ആമേൻ. ആ രോഗം ഓടിപ്പോകുവാൻ പോകുക. നിന്നെ കണ്ട് സർജറി കൊണ്ട് ഓടിപ്പോകാത്ത രോഗം, മെഡിസിൻ കൊണ്ട് ഓടിപ്പോകാത്ത രോഗം, നീണ്ട വർഷങ്ങളായി നിന്നെ കരയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രോഗം, നിന്നെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ആ രോഗം അത് ഓടിപ്പോകുക. ഓ സ്തോത്രം. നീ ഇപ്പോൾ സൗഖ്യമാകുക. ആമേൻ. നല്ലത് കാണുവാൻ, വാഗ്ദത്തം അനുഭവിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന, പ്രാർത്ഥിച്ച് മുൻപേറുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെട്ടി നിന്റെ നാവിന്മേൽ കെട്ട്. ആമേൻ, ആമേൻ. പണ്ട് കുഞ്ഞിലെ സംസാരിച്ച് തുടങ്ങാൻ പറ്റാത്ത ആ കെട്ടല്ല, പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത കെട്ട്. നാവിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ആ കെട്ട് പൊട്ടിക്കുവാൻ പോകുക. അന്യഭാഷയിൽ നീ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ പ്രാർത്ഥനയെ പോലും കെട്ടി തടസ്സമാ. നീ പ്രാർത്ഥിച്ചാൽ വാഗ്ദത്തം കാണും. ആമേൻ. ഒരു ശത്രുവും നിന്നിലുള്ളത് കവരത്തില്ല. നിനക്കും അതറിയാം, പന്ന പിശാചിനും അറിയാം. അതുകൊണ്ട് തടസ്സം, ചെങ്കടൽ ഓടിപ്പോയി. ഇവിടെ ഞാൻ മറ്റൊരു ദൂത് കൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. ആരെ കണ്ടിട്ടാ ഓടിയത്? സങ്കടപ്പെടാനല്ല, ദൂതാണ് കേട്ടോ, സന്തോഷിക്കുവാനുള്ള ദൂത്. കേൾക്കുമ്പോൾ ഭക്തൻ സന്തോഷിക്കണം. മഴമേഘങ്ങൾ കാണുന്ന മയിൽ പീലി വിടർത്തി ആടുന്നത് പോലെ. ഇനിയിപ്പോൾ നിങ്ങൾ പീലിയൊന്നും തപ്പി പോകണ്ട, ആട്ടാനായിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് സന്തോഷിച്ചാൽ മതി. ദൂത് നിങ്ങൾ കേൾക്കുവാൻ പോകുക. നോക്കിയേ,
ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവരെ കണ്ട് അവർക്ക് മുമ്പിൽ വഴിമുടക്കുന്ന ചെങ്കടൽ എന്ന പ്രശ്നം ഓടിപ്പോയി. ആരാണ്? ദൈവത്തിൻ്റെ ജനം. ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം. അയ്യോ, ദൈവത്തിൻ്റെ ജനമാണ്, അസൂയപ്പെടാൻ വരട്ടെ. അതിലും അഭിമാനിക്കാതൊക്കെ ഒരു കാര്യം പറയട്ടെ, അവർ ദൈവത്തിൻ്റെ ജനമെങ്കിൽ നീയും ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. ഓ ദൂതിത, അവർ ദൈവത്തിൻ്റെ ജനമെങ്കിൽ നീയും ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. മീൻസ് ജനത്തെ കണ്ട് പ്രശ്നം ഓടിപ്പോയെങ്കിൽ മക്കളെ കാണുമ്പോൾ പ്രശ്നത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓ സ്തോത്രം, ആമേൻ. ഇവർ കടന്നുപോയപ്പോൾ ചെങ്കടൽ അവിടെ ഉണ്ട്. പക്ഷേ എനിക്കും നിനക്കും തടസ്സമായി നിൽക്കുന്ന ശത്രുവുണ്ടല്ലോ, അതിനെ പിന്നെ കാണത്തില്ല, ആ പ്രശ്നത്തെ പിന്നെ കാണത്തില്ല. അത് ഓടിയ വഴിക്ക് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പുല്ലുപോലും മുളയ്ക്കത്തില്ല. ഇല്ലെന്നേ, ആ പ്രശ്നം നിന്നെ കൊണ്ട് ഓടിപ്പോകും. തീർന്നില്ല. ആ വാക്യത്തിനകത്ത് തന്നെ മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്. യോർദാൻ കണ്ട് പിൻവാങ്ങി, മരണ യോർദാൻ. ഇവർ യോർദാൻ്റെ മുൻപിൽ പോയപ്പോൾ യോർദാൻ തൻ്റെ ഒഴുക്കൊക്കെ നിർത്തി പോയി. അമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യോർദാൻ അങ്ങനെ കരകവിഞ്ഞൊഴുകുക. ചിന്ത എന്താ? കാണാം, ഇതുവഴി ക്രോസ് ചെയ്തൊന്ന് പോ. ഇതുവഴി നിന്നെക്കാലമൊക്കെ വലിയവന്മാർ ഇതുവഴി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കൊണ്ടുപോയി ഉപ്പ് കടലിൽ ഇട്ടിട്ടുണ്ട്. വാ, അങ്ങനെ നിന്ന യോർദാനാ. പക്ഷെ ദൈവജനം അടുത്തെത്തിയപ്പോൾ യോർദാന് മനസ്സിലായി, നടക്കത്തില്ല, ഇവരുടെ അടുത്ത് എൻ്റെ കളി നടക്കത്തില്ല. ഓ ആമേൻ. കണ്ട് പിൻവാങ്ങി. ദൂതൊന്നുകൂടെ ആവർത്തിക്കട്ടെ, നീയോ ഞാനോ എങ്കിൽ യോർദാൻ പിൻവാങ്ങുന്നതല്ല, ആ നിൽപ്പിൽ വറ്റിപ്പോകും. ഓ സ്തോത്രം. പതഞ്ഞു പൊങ്ങി നിന്നെ വലിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വറ്റിപ്പോകുക. നീയും കാണത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ കണ്ട് ഓടിപ്പോയി. തൊട്ട് താഴത്തെ വാക്യം നമുക്ക് അധികം സന്തോഷം തരുന്നതാണ്. എന്താണ്? അത് നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഞാനൊന്ന് വേഗത്തിൽ വായിച്ചു വിടാം. 4-ാമത്തെ വാക്യമാണ് 114-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ. പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി. സെരുബാബേലിന് മുമ്പിൽ വഴിമുടക്കി നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. ആ ശബ്ദമാണ് ദൈവജനത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നേ. ഇവരെ കണ്ടപ്പോൾ മഹാപർവ്വതമൊക്കെ മുട്ടാടുകളെ പോലെ ചാടി തുള്ളുക. ഓ ഒന്ന് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു, ഇവരൊന്ന് പോയിരുന്നെങ്കിൽ അവൻ വഴി തരിക. ആ തടസ്സം നീങ്ങിപ്പോകുക, നിന്നെ മുൻപോട്ട് വിടാതെ വണ്ണം തടസ്സമായി നിൽക്കുന്ന യേശുവിൻ നാമത്തിൽ ആ ജോലിയിൽ, ഓ സ്തോത്രം, ആ പ്രമോഷനും വിശാലതയ്ക്കും തടസ്സമായി നിൽക്കുന്നത് വ്യക്തികളാകട്ടെ, ചിലരുടെ ഇടപെടലുകളാകട്ടെ, തടസ്സമായി നിൽക്കുന്ന ചില പേപ്പേഴ്സുകൾ, മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്ന ചില പേപ്പേഴ്സുകൾ, അതവിടെ നിന്ന് മൂവ് ആവുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ ലോണിനായി നീ കൊടുത്ത ആ പേപ്പർ അങ്ങനെ അതങ്ങനെ ഒരു പേപ്പർ വെയിറ്റ് കയറ്റി വെച്ച് അങ്ങനെ വെച്ചിരിക്കുക, അത് നീങ്ങുക. ആ തനിയെ ആ പേപ്പർ വെയിറ്റ് മാറി ആ ഫയൽ മൂവ് ആകുക. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആ തടസ്സം ആ കുന്നുകൾ മുട്ടാടുകളെ പോലെ തുള്ളി 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 ഒന്ന് പോയാൽ മതി. ആമേൻ. അപ്പോൾ ഇത് സന്തോഷമാണ്. ഹൗ ഈസ് പോസിബിൾ? ചോദിക്കുക, ഇതെങ്ങനെ സാധ്യമായി തീരും? എന്തുകൊണ്ട് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? അവർ ഇസ്രായേൽ ജനം 14:1 അവിടെ മറുപടി വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ല, ഉത്തരം തന്നെ. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, മീൻസ് അവർ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, വേഗത്തിൽ അവരായിരുന്ന അടിമത്വത്തെക്കുറിച്ച്, നിങ്ങൾ ഏത് അടിമത്വത്തിലാണ് അല്ലേ? അതല്ലേ പെട്ടെന്ന് വന്ന ചിന്ത. അടിമത്വത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്ന. ഫറവോൻ്റെ രാജ്യത്ത് അഥവാ മിസ്രയീമിൽ അവർ അധ്വാനികളായിരുന്നു. മിസ്രയീമ്യരെ ഞെട്ടിച്ച സംഭാര നഗരങ്ങൾ പണിതുയർത്തിയ അധ്വാനശീലരായിരുന്നു. അവരുടെ കൈക്കരുത്തിന് മുമ്പിൽ ഇഷ്ടികകൾ ചൂളകളിൽ അടുക്കപ്പെട്ട് വെന്ത് കൂനയായി കൂട്ടപ്പെട്ടു. ആ ഇഷ്ടികകൾ കൊണ്ട് മനോഹരമായ രമ്യഹർമ്മങ്ങൾ പണിതുയർത്തപ്പെട്ടു. സംഭാര നഗരങ്ങൾ പണിതുയർത്തപ്പെട്ടു. ഭയങ്കര സംഭവം. അധ്വാനം. അവരുടെ ശരീരം കൊണ്ട് ഇഷ്ടിക മെനയുന്നതിനുള്ള അത് വച്ച് ബിൽഡിങ്ങുകൾ കെട്ടുന്നതിലുള്ള അവരുടെ അറിവ് വച്ച് അവർ ഒത്തിരിയൊക്കെ ചെയ്തതിൻ്റെ ഫലമോ അവരിൽ നിന്ന് അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അത് ഫറവോൻ തന്നെ കവർന്നെടുത്തുകൊണ്ട് പോകും. ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് അധ്വാനിക്കും.
അവരുടെ കഴിവ് കൊണ്ട് അവർ നേടിയതൊക്കെ ഒരു സൈഡിൽ കൂടെ ശത്രു വന്ന് പിടിച്ചോണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, നേടിയിരിക്കുന്നു. അതൊക്കെ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ഉണ്ടോ? ഇല്ല. തന്നവർ എന്നെ വന്ന് വലിച്ചെടുത്തോണ്ട് പോയി. ആണേ, അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ ലോകം കവർന്നെടുത്തുകൊണ്ട് പോകും. ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര അറിവാ. അവൻ മണിക്കൂറുകളോളം സംസാരിക്കും, നമ്മളിങ്ങനെ അസൂയോടെ നോക്കും. ബുദ്ധിയുടെ പ്രദർശനമാ അല്ലേ? അയ്യോ, ഈ മനുഷ്യൻ എന്തൊക്കെ അറിവുകളാ നമ്മളുമായി പങ്കുവെക്കുന്നത്, എന്തൊക്കെ ജ്ഞാനമാ, ഇത്രയൊക്കെ കാര്യങ്ങൾ ബൈബിളിനകത്തുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ്, സംവാദത്തിനൊന്നും ദൈവകൃപയാൽ കുറേ കാലം കൊണ്ട് നിൽക്കാറില്ല, എങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഇടേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരാളൊരു സംശയം പറയുന്നു. അതേ തുടർന്ന് മറ്റൊരാൾ 2 ദിവസം നിർത്താതെ ക്ലിപ്പുകൾ ഇടുന്നു. ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേട്ടു, സമയമില്ലാത്ത സമയത്ത് തന്നെ. വളരെ മനോഹരമായ വാക്കുകൾ, അർത്ഥവത്തായ വാക്കുകൾ. ഞാൻ ഒത്തിരി പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള അറിവുകളൊക്കെ മനോഹരമായ ആ മനുഷ്യൻ മെസ്സേജായിട്ട് ഇടുകയാണ്. ഒരുപാട് റെഫറൻസ് അതിലുള്ള എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ ആ മെസ്സേജുകളിലെ കണ്ടന്റ് ഏതൊക്കെ പുസ്തകത്തിലുള്ളതാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ തിസീസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. എനിക്ക് തന്നെ അസൂയ തോന്നുമാറ് ആ മനുഷ്യൻ ഇങ്ങനെ 2 ദിവസം ആ മനുഷ്യൻ പറഞ്ഞു തീരുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ഒരു സന്തോഷം ആ വാക്കുകളിൽ നിന്ന് കാണുവാൻ കഴിയും. ഇത്രത്തോളം ഞാൻ ദൈവത്തെക്കുറിച്ചും അവൻ്റെ പദ്ധതികളെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇതുപോലെ അറിവുള്ള ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരും. അവസാന പോയിന്റിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ദൈവമേ, ഇത്രമാത്രം അറിവുള്ള ഒരാളിന് മാത്രമേ ദൈവരാജ്യം കിട്ടത്തുള്ളൂ, സ്വർഗത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ഒന്നും അറിഞ്ഞുകൂടാതെ യേശോപ്പാന്ന് വിളിച്ച അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഒക്കെ നരകത്തിലായി പോകൂ. ഈ ജ്ഞാനത്തിൻ്റെ വ്യായാമം ഇങ്ങനെ ഉണ്ടാകുമെന്ന് ബുദ്ധി കൊണ്ടുള്ള, അത് തന്നെ ബുദ്ധി കൊണ്ടുള്ള കളികൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന പരിപാടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ മുന്നമേ വിളിച്ചു പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അതാകുന്നു സുവിശേഷം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ ഇത് 2-3 പുസ്തകമുണ്ട്. താഴെ ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ട്, വേറെയുമുണ്ട്. ആ പുസ്തകങ്ങളൊന്നും പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. കുറേ ഏറെ പഠിച്ച് കൺഫ്യൂഷൻ അടിച്ച് തലയിൽ നിന്ന് പുകയും വന്ന് അന്യഗ്രഹ ജീവികളെപ്പോലെ ആകുമെന്നല്ലാതെ, ഞാൻ ഇങ്ങനെ സ്വർഗത്തിലെത്തും എന്ന് വിളിച്ചു പറയുവാൻ കഴിയുമെന്നല്ലാതെ നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത് ഈ അറിവല്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സുവിശേഷം. ഇത് വിശ്വസിക്കുന്നവൻ നിത്യത അവകാശമാക്കി തീർക്കും. ആമേൻ. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ജ്ഞാനമാണോ? അറിവാണോ? മണിക്കൂറുകൾ ദൈർഘ്യമുള്ള പ്രബന്ധങ്ങളാണോ? നോക്കൂ, അതെല്ലാം നമ്മുടെ കഴിവാ. ഈ പ്രസംഗിക്കുന്നവർ, ഈ പറയുന്നവർ, അവരുടെ കഴിവാ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു 25 വചനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർത്ത് വെച്ച് കൊണ്ട് നടക്കാൻ പറ്റും? പറ്റത്തില്ല. ഒരു രോഗം വന്നാൽ മറന്നുപോകും, പ്രായം കൂടുമ്പോൾ മറന്നുപോകും. തീർന്നില്ലേ? നിത്യത പയ്യോ. ഇതെല്ലാം ബുദ്ധിയുടെ കളികളാ പ്രിയരെ. ബുദ്ധിയുടെ കളികളല്ല. ബുദ്ധിക്കും ശക്തിക്കും ഒന്നും കുറവുള്ള ജനമല്ല ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ. അവരുടെ ബുദ്ധിയിലുള്ള ആശ്രയത്വം വിട്ടിട്ട് 430 വർഷം തികഞ്ഞപ്പോൾ പുറത്തു വന്നു. പുറത്തു വരുമ്പോൾ അവിടെ അവരുടെ പ്രവർത്തികളുടെ റിസൾട്ട് ഒന്നുമല്ല ഉള്ളത്. അവിടെ ഉള്ളത് മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഓ സ്തോത്രം! ചെങ്കടൽ പിളരുന്നു അല്ല, മോശ പറഞ്ഞത് തന്നെ ദൈവം നിങ്ങളോട് പറയുവാൻ പറഞ്ഞത്. ചെങ്കടൽ ഓടുന്നു, പർവ്വതങ്ങൾ വിട്ടാടുകളെപ്പോലെ തുള്ളുന്നു, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വരുന്നു, മാറ മധുരയായിത്തീരുന്നു, കാട വരുന്നു, മന്ന വരുന്നു. ഓ അത്ഭുതം, അത്ഭുതം, അത്ഭുതം! ആമേൻ. സ്തോത്രം. യേശുവുള്ളവൻ്റെ ജീവിതത്തിൽ അത്ഭുതമുണ്ട്. നീ അവിടെ നിന്ന്, ഈ ബുദ്ധിയിൽ ജീവിക്കുന്ന അവിടെ നിന്ന് പുറപ്പെട്ട് അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം കണ്ണു തുറന്നാൽ നിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങൾ ഓടിപ്പോകും. അത്രയേ ഉള്ളൂ. ആമേൻ. അവരവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഈ ബുദ്ധിമാന്മാരുടെ അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്, ഒരു ബുദ്ധിയും വേണ്ട. യേശു ചെയ്ത അത്ഭുതങ്ങൾ ആ സുവിശേഷങ്ങൾ എടുത്തു വെച്ച് വായിക്ക്. ഇന്നും അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്കൊരു ദൈവമുണ്ട്,
അവൻ അത്ഭുത മന്ത്രി. യെസ്, അവൻ അത്ഭുത മന്ത്രി. ഖാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി അവൻ പ്രവർത്തിച്ചു. അവൻ്റെ ജീവകാലത്ത് അതിനൊരു അവസാനം വെച്ചു. കല്ലറവാതിൽക്കൽ, അവൻ്റെ കല്ലറവാതിൽക്കലല്ല, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറവാതിൽക്കൽ. ആ കല്ലറവാതിലിനെ അവൻ പൊളിച്ചു. ഏത് തടസ്സത്തെയും അവൻ മാറ്റും. നിങ്ങളുടെ വിടുതലിനും നിങ്ങളുടെ പുറത്തുവരലിനും തടസ്സമായി നിൽക്കുന്ന ഏത് തടസ്സത്തെയും മാറ്റും എന്നല്ല ഇന്നത്തെ ദൂത്. ആ തടസ്സം ഓടിപ്പോകും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തന്ന ആലോചന അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ് അടിയനിവർക്ക് കൈമാറി. ഏറ്റെടുക്കുന്നവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഓടിപ്പോകട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഓടി മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. തൊഴിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. തൊഴിലിടത്തിലെ ശത്രുക്കളും അവരുടെ പദ്ധതികളും ഇനി കാണാതവണ്ണം വിട്ടുപോ. യെസ്, യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. കമ്പനികൾ പൂട്ടിപ്പോകുമെന്ന് ഭയന്നായിരിക്കുന്നവർ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട കമ്പനിയായ അവരുടെ കമ്പനിമാർ ഇവർ മുഖാന്തരം, യോസേഫ് മുഖാന്തരം മിസ്രയീമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മുഖാന്തരം അവരുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ. കടത്തിന് കാരണമായി അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, കടക്കാരാക്കി അവരെ തീർക്കുന്ന പ്രശ്നങ്ങൾ ഓടിപ്പോകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ഓടിപ്പോകട്ടെ. ആ കടമെന്ന പ്രശ്നം തന്നെ ഓടിപ്പോകട്ടെ. ബാധ്യതകൾ ഓടിപ്പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. സഹോദരി, പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവ് നീയുമായി ചേർന്ന് നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഓടിപ്പോവുക. എല്ലാ വെല്ലുവിളികളും മാറിപ്പോവുക. സഹോദര, പ്രാർത്ഥിക്ക്. നിന്റെ ഭാര്യ നിന്റെ അടുക്കലേക്ക് ചേർന്ന് വന്ന് സ്നേഹത്തിൽ, ഐക്യതയിൽ ഒരുമിച്ച് മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഓടിപ്പോവുക. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. തലമുറകളുടെ ജീവിതത്തിൽ തടസ്സമായ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഭാവിക്കും മുൻപോട്ടുള്ള യാത്രയ്ക്കും തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, മദ്യമെന്ന പ്രശ്നം, മയക്കുമരുന്നെന്ന പ്രശ്നം, കൂട്ടുകെട്ടെന്ന പ്രശ്നം, വ്യഭിചാരമെന്ന പ്രശ്നം, ഫോണോഗ്രാഫി എന്ന പ്രശ്നം, എല്ലാ അഡിക്ഷൻസും മാറിപ്പോവുക. ഗെയിം അഡിക്ഷൻസ് മാറിപ്പോവുക. സ്വതന്ത്ര പഠന വൈകല്യങ്ങൾ മാറിപ്പോവുക. അവരെ ആശുപത്രിയിലാക്കുന്ന രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. രോഗമെന്ന പ്രശ്നം ഇപ്പോൾ ഓടിപ്പോവുക. താങ്ക് ഗോഡ്. ആ രോഗം മാറിപ്പോവുക. എല്ലാ രോഗബന്ധനങ്ങൾ വരിക. പ്രാർത്ഥിക്കുക. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ആ രോഗം ഓടിപ്പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സ്തോത്രം. കോടതികളിൽ നീതി വെളിപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ചില മനുഷ്യൻ്റെ കള്ളസാക്ഷി പറയുന്ന ചിലരുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വസ്തു വാങ്ങുന്നതിനുമേലുള്ള തടസ്സം, അവകാശവാദങ്ങൾ, അസൂയകൾ മാറിപ്പോകട്ടെ. രജിസ്ട്രേഷൻ നടക്കട്ടെ. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിറവേറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. നല്ലതും ശ്രേഷ്ഠമേറിയതും ഇവരുടേതായി മാറട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾ അടിച്ചു കിട്ടട്ടെ. അക്കാമകൾ അടിച്ചു കിട്ടട്ടെ. വിസകൾ റിന്യൂ ചെയ്ത് കിട്ടട്ടെ. PR കിട്ടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എല്ലാ കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠന വൈകല്യങ്ങളെന്ന, മടിയെന്ന, അലസതയെന്ന, ഓർമ്മക്കുറവെന്ന പ്രശ്നങ്ങൾ ഓടിപ്പോകട്ടെ. IELTS, അമ്മേൻ, OET എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ. സ്തോത്രം. യെസ്, ടെസ്റ്റുകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അമ്മേൻ, ആത്മീയ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥന ഉണ്ടാകട്ടെ. അതിനുമേലുള്ള എല്ലാ തടസ്സവും മാറട്ടെ. ദേശത്തിനുമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിൽ മാനിക്കപ്പെടട്ടെ. താങ്ക് ഗോഡ്. തടസ്സം മാറട്ടെ. ആലയത്തിന് മേലുള്ള തടസ്സം മാറട്ടെ. ശുശ്രൂഷകൾക്ക് മേലുള്ള തടസ്സം മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ വെല്ലുവിളി ഉയർത്തുന്ന, ഓടി രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ കീഴ്പ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഇവരെ കണ്ട് ഓടിപ്പോകട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു, ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രശ്നങ്ങൾ നിങ്ങളെ കണ്ട് ഓടിപ്പോകും. സത്യം ഓടിപ്പോകും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഒരു ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യാം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അല്ല,
നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്താം. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രൈസ് ഫോർ ഫാമിലി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഓരോ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പങ്കാളികളായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും. അതുപോലെ എല്ലാ മാസത്തിൻ്റെ അവസാനങ്ങളിലും നടത്തപ്പെടുന്ന പ്രതിമാസ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനായും കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ഫോർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസ് ഫോർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസ് ഫോർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസ് ഫോർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.